ശ്രീ ജോസ് കെ മാണി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജോസ് കെ മാണി, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തിൽ വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ, മറ്റ് ഇടപെടലുകൾ എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് താങ്കൾ സ്മരിക്കുന്നത്? മാർ ജോസഫ് പൗത്തിൽ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ ഗുരു എന്നതിനപ്പുറം ഒരു കുടുംബ ബന്ധം എൻ്റെ പിതാവ് മാണിസാറുമായിട്ടുണ്ടായിരുന്നു. ഏത് കാര്യവും, അത് കേരള സംസ്ഥാനത്തിൻ്റെ വികസന കാര്യമാകട്ടെ, സഭയുടെ കാര്യമാകട്ടെ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് ഒക്കെ ചർച്ച ചെയ്യുകയും അതിൽ വളരെ ഒരു ഹെൽത്തി, ചില സമയത്ത് ഒരു ഹെൽത്തി ക്രിറ്റിസിസം അദ്ദേഹം നൽകുകയും അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും എപ്പോഴും ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ ഉപദേശിക്കുമായിരുന്നു. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അദ്ദേഹം ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു പ്രസ്താവന നടത്തുമ്പോൾ, ഒരു പ്രസംഗം നടത്തുമ്പോൾ അത് പൂർണ്ണമായും പരിശോധിച്ച് ഒരു കൺവിക്ഷൻ ലഭിച്ചതിന് ശേഷം, ഒരു ബോധ്യം ഉള്ളിൽ വന്നതിന് ശേഷമാണ്. പലപ്പോഴും ചില സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോഴും പ്രസംഗങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ ചില കാര്യങ്ങൾ സമൂഹത്തിന് അതിനോട് യോജിക്കില്ലാതെ വരുന്ന സിറ്റുവേഷനിൽ പോലും അവസാനം വന്ന് അതിന്റെ റിസൾട്ട് വരുമ്പോൾ, അതിന്റെ ഫലം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്നുള്ളത് എപ്പോഴും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി പ്രത്യേകിച്ച് പറയുമ്പോൾ ജാതി മത ഭേദമില്ലാതെ കേരള ജനതയ്ക്ക് മുഴുവൻ ആത്മീയ വിശുദ്ധി പകർന്നു നൽകിയ ഒരു മഹാ ആചാര്യനായിരുന്നു അഭിമന്യ പൗത്യ പിതാവ്. വാക്കിലും പ്രവൃത്തിയിലും മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓരോ ചലനത്തിലും ഈ വിശുദ്ധി നമുക്ക് അറിയാമായിരുന്നു. പ്രതിസന്ധികളിൽ ഞാൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ തേടിയിരുന്നു. എപ്പോഴും ഒരു ഋതുതുല്യമായ സ്നേഹവും വാത്സല്യമാണ് എനിക്ക് കിട്ടിയത്. എപ്പോഴും ഇടക്കിടക്ക് കാണാറുണ്ടായിരുന്നു. ഇന്നലെയും അസുഖം കൂടുതലാണ് എന്ന് പോയി കണ്ടിരുന്നു. അൺകോൺഷ്യസ് ആയിരുന്നു. പക്ഷെ എങ്കിലും ഇത്രയും ഇപ്പോൾ ഒരു ന്യൂസാണ് ലഭിച്ചത്, അദ്ദേഹം നമ്മളെ വേർവിട്ട് പോയെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ വേർപാട് സഭയ്ക്ക് മാത്രമല്ല, അത് നമ്മുടെ രാജ്യത്തിന് പോലും വലിയ ഒരു വിട വരുത്തിയിട്ടുണ്ട്. കാരണം അത്രമാത്രം സംഭാവന പ്രത്യേകിച്ച് നമ്മുടെ ജനതയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സംഭാവന ചെയ്തിട്ടുണ്ട്. ആ വേർപാടിലുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. ശ്രീ ജോസ് കെ മാണി, ഞാൻ ചോദിക്കുകയാണ്, ഈ അദ്ദേഹത്തിൻ്റെ മറ്റ് അന്ത്യോപചാര ചടങ്ങുകളെ കുറിച്ചും മറ്റോ എന്തെങ്കിലും വിവരം താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? അത് താങ്കൾ എപ്പോഴാണ് അദ്ദേഹത്തെ ഇനിയും ആദരാഞ്ജലി അർപ്പിക്കാൻ പോകുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്താണ് ശ്രീ ജോസ് കെ മാണി? ഇന്നലെ ഈ പറഞ്ഞ പോലെ അസുഖം കൂടുതലാണ് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ MLA-മാരും അതുപോലെ തന്നെ മന്ത്രിയും ചീഫ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടിരുന്നു. അൺകോൺഷ്യസ് ആയിരുന്നു, വളരെ ക്രിട്ടിക്കലാണ് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അതിന്റെ തീരുമാനം എന്നായിരിക്കും, അതിന്റെ ഫൈനൽ എപ്പോഴായിരിക്കും, അടക്കമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന എന്നുള്ളത് തീരുമാനമായിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ ഈ മാതൃഭൂമിയുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയുടെ ഒരു പ്രോഗ്രാം എറണാകുളത്താണ്. അങ്ങനെയാണ് ഇപ്പോൾ വാർത്ത കേട്ടത്. അതൊക്കെ തീരുമാനം എന്നത്തേക്കാണ് മറ്റ് പ്രാർത്ഥനകൾ എന്നുള്ളത് ഇതുവരെ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.